بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب زدنا علما نافعا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون അൽഹംദുലില്ലാ റഹ്മാനായ റബ്ബിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു സദസ്സിൽ വീണ്ടും ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ. നമ്മുടെ ഇരുത്തത്തെ അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ സദസ്സിൽ ഇരിക്കുന്നത്. ഈ സദസ്സിൽ ഇരിക്കുന്നതിലൂടെ നീ വാഗ്ദാനം ചെയ്ത എല്ലാ പ്രതിഫലങ്ങളും എല്ലാ ശ്രേഷ്ഠതകളും ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മൾ ഓരോരുത്തരും റമദാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. റമദാനിന്റെ ആ ഒരു മണം, ആ ഒരു സുഗന്ധം നമ്മളെ വസ്ത്രങ്ങളിൽ നിന്നോ നമ്മുടെ വീടുകളിൽ നിന്നോ ഒന്നും പോയിട്ടില്ല അല്ലെ. പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മാധുര്യം ഒന്നും വിട്ടുപോയിട്ടില്ല. റമദാൻ നമ്മളെ വിട്ടുപോയതിന്റെ ആ ഒരു സങ്കടം ഇപ്പോഴും നമ്മളെ കണ്ണുകളിലും നമ്മളെ ഹൃദയങ്ങളിലും നിലനിൽക്കുകയാണ് അല്ലെ. അല്ലാഹു തആല അതെപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പണ്ടേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, റമദാൻ പോലെ എപ്പോഴും ആയിരുന്നെങ്കിൽ എത്ര നല്ലതാണ്. പുണ്യങ്ങളുടെ പൂക്കാലം എല്ലായ്പ്പോഴും നമുക്കങ്ങനെ അല്ലാഹു തആലാക്ക് നിലനിർത്തി തന്നൂടെ. ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു എന്താ പറയാ, ഒരു മാഹൗല് അല്ലെ, ആ ഒരു നല്ലതായ ഒരു ഇത് നിലനിർത്തി തന്നിരുന്നെങ്കിൽ എത്ര നന്നായെന്ന് ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും അൽഹംദുലില്ലാ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ പല രീതിയിലും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ പലപ്പോഴും റമദാനിന്റെ അത്ര തന്നെ അല്ലെങ്കിലും ഒരു അതിന്റെ എന്താ പറയാ, ഭാഗത്തുകൂടെ ചാരത്തുകൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലിങ്ങോട് കൂടി ജീവിക്കാൻ സാധിക്കാറുണ്ട്. അൽഹംദുലില്ലാ. എന്നാലും നമുക്ക് അതേപോലെ തന്നെ ആ ഒരു അവസ്ഥയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി നമ്മളൊന്ന് നമ്മളൊന്നൊന്ന് ഒരുങ്ങിയാ മതി. നല്ല രീതിയിൽ ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ക്ഷമ. അസ്വബുറു നിസ്ഫുൽ ഈമാൻ അല്ലേ അല്ലെ. അപ്പം ക്ഷമ വേണം. ക്ഷമ എല്ലാ മേഖലയിലും വേണം നമുക്ക്. ക്ഷമ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കേണ്ട കോപം വരുമ്പോ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ് മാത്രമാണ് ക്ഷമ. അല്ല. നമ്മളെ ഇബാദത്തുകളില് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അത്യാവശ്യമായിട്ട് ക്ഷമ വേണം. വേണ്ടേ? വേണം. നല്ല ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ പോലും നല്ല ഭംഗിയില് മനോഹരമാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ ദേഹേച്ഛകളെ അതിനെ കൺട്രോൾ ചെയ്ത് അതിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിലും എന്ത് വേണം? നമുക്ക് ക്ഷമ വേണം അല്ലേ. അപ്പം ആ ഒരു ക്ഷമയെ
നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മള് റമളാനിൽ പ്രത്യേകമായി ചെയ്ത നോമ്പ്, ഉം പിന്നെ ഖിയാമുൽ ലൈൽ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, ഉം ഇങ്ങനെയുള്ള ആരാധനകളാണല്ലോ നമ്മൾ എക്സ്ട്രാ ഒന്നും കൂടി കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് റമളാനിൽ. അത് നമ്മള് കണ്ടിന്യൂ ചെയ്ത് തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് റമളാനിലെ ജീവിതം, റമളാനിലെ ആ പുണ്യങ്ങളുടെ പൂക്കാലം, ഉം നമ്മള് റമളാനിൽ നമ്മളെ ലൈഫ് എത്രത്തോളം നന്മയിലായിക്കൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചോ അതുപോലെ നമുക്ക് റമളാൻ കഴിഞ്ഞിട്ടും സാധിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്ത്, നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ള നന്മയില്. അത് കണ്ടിന്യൂഷൻ, അതായത് അത് കുറച്ചാണെങ്കിലും അത് പതിവാക്കി ചെയ്യാന്നുള്ളത് അത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. അത് അള്ളാഹ്ക്കും അവന്റെ റസൂലിനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഇഷ്ടത്തെ നമ്മൾ മാനിക്കുക. അപ്പൊ നമ്മൾ റമളാനിൽ നല്ലൊരു സ്ഥിരത നിലനിർത്തിയിരുന്നില്ലേ സുന്നത്തിന്റെ കാര്യങ്ങളിൽ, ഫർളിന്റെ കാര്യങ്ങളിൽ. ഫർള് എല്ലാവരും എന്തായാലും ചെയ്യും, പക്ഷെ അതിനത് ഒരു ഒരു ഭംഗി അല്ലെ, അത് ഏറ്റവും ആദ്യത്തെ സമയത്ത് നിർവഹിച്ച് അങ്ങനെയൊക്കെ. ഞാൻ വിചാരിക്കുന്നു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഒരാളും മിസ്സാക്കിയിട്ടുണ്ടാവില്ല അല്ലെ, മുൻപും ശേഷമൊക്കെ ഉള്ളത്. അതുപോലെ വുളുവിന്റെ ഇപ്പം ഒരു ലുഹ്റ് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ വുളു എടുക്കുമ്പോൾ, വുളു എടുത്ത് ലുഹറിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ലുഹറിന് മുമ്പ് രണ്ടും രണ്ടും 4 റക്അത്തുകൾ സുന്നത്തുണ്ട് അല്ലെ. അത് ഈ 2 റക്അത്തുകളായിട്ട് 4 റക്അത്ത് സുന്നത്ത്. അപ്പൊ ആ 2 റക്അത്തിൽ ആദ്യത്തെ 2 റക്അത്ത് നമസ്കരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ 2 നിയത്തുകൾ എക്സ്ട്രാ ആഡ് ചെയ്തതിനാൽ നമുക്ക് 6 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. ഏതൊക്കെയാണ് അത് എല്ലാ വക്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് 2 റക്അത്ത് സുന്നത്ത്, വുളുവിന് 2 റക്അത്ത് സുന്നത്തുണ്ട്. അതും അതുപോലെ എല്ലാ ബാങ്കും എടുത്താലും ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നമുക്കൊരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം. പിന്നെ ലുഹറാണെങ്കിൽ ലുഹറിന് മുമ്പുള്ള സുന്നത്ത് എന്നുള്ളവർക്ക് 2 റക്അത്ത് സുന്നത്ത്. അപ്പൊ ഈ 3 നിയത്തും നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമായി. എന്നിട്ട് പിന്നെ 2 റക്അത്തും കൂടി നിസ്കരിക്കാം. അതും കൂടി ഇതിലേക്ക് നിയത്താക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ 2ആക്കി ചുരുക്കരുത്. ആ 4 തന്നെ വേണം. പക്ഷെ ആ വുളുവിന്റെതും ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലുള്ളതും നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അത് എല്ലാ വക്തിലും എല്ലാ നിസ്കാരത്തിന്റെയും മുന്നേ നമുക്ക് അത് ചെയ്യാം. അതുപോലെ ഇപ്പൊ നമ്മൾ ലുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളു ചെയ്തു. അപ്പൊ ലുഹാ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 റക്അത്ത് നമ്മൾ ലുഹാ നിസ്കരിക്കുമ്പോൾ ആ 2 റക്അത്തിന്റെ കൂടെ നമുക്ക് വുളുവിന്റെ സുന്നത്ത് നിയത്ത് വെക്കാം. അത് എല്ലാ സമയത്തും അങ്ങനെ ചെയ്യാട്ടോ. വുളു എടുത്ത എപ്പോ ഒരു പള്ളിയിലാണ് നമ്മൾ നിസ്കരിക്കുന്നെങ്കിലോ, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ കയറി ആ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം അല്ലെ. അപ്പോ ആ 2 റക്അത്ത് തഹിയ്യത്തിന്റെ കൂടെ വുളുവിന്റെ സുന്നത്തും നമുക്ക് ആഡ് ചെയ്യാം. അതിന്റെ കൂടെ ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലുള്ള സുന്നത്ത് നമുക്ക് നിയത്ത് വെക്കാം. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കർമ്മങ്ങളിൽ നമ്മളെ നിയത്ത് നന്നാക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ പ്രതിഫലം ലഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊക്കെ റമളാനിൽ എല്ലാവരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അസറിന് മുമ്പ് അല്ലെ, അസറിന് മുമ്പൊക്കെ ഉള്ള സുന്നത്ത് എന്ന് വെച്ചാല് വളരെ എന്താ പറയാ പ്രതിഫലാർഹമായതാണ്. അതങ്ങനെ മുഅക്കദായ സുന്നത്തൊന്നുമല്ല. പിന്നെ പക്ഷെ അത് ചെയ്തതിന് ഭയങ്കര പ്രതിഫലം. അപ്പൊ അതൊക്കെ നമ്മൾ പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അള്ളാഹു അവർക്ക് അള്ളാഹിന്റെ ഫള് ഉണ്ടാവും എന്ന് പറയുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലാണ്. അസറിന് മുമ്പ് 2 4 റക്അത്ത് നിസ്കരിച്ച ആളുകൾക്ക് അത്രയും ശ്രേഷ്ഠത ഉണ്ട്. അപ്പം നമ്മള് പൊതുവെ പണ്ട് മുതലേ നമ്മൾ അസർ എന്ന് പറയുമ്പോൾ മുൻപിലും ശേഷവും സുന്നത്തില്ലാതെ നിസ്കരിച്ച് ശീലിച്ച നിസ്കാരങ്ങളായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ പിന്നെയാണ് ഇതിന്റെ ഫളായിലുകൾ ഇങ്ങനെ അറിയുന്നത്. അപ്പൊ റവാത്തിബ് സുന്നത്തുകളിൽ പെട്ടതല്ല അത്. പക്ഷെ അത് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. അതിനത്രയും ഫളായിലുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ശീലമാക്കാം. അപ്പൊ റമളാനിലെ ജീവിതം നമുക്ക് നന്മയിലായതുപോലെ നമ്മള് സ്ഥിരമായിട്ടുള്ള നിത്യജീവിതം അത് നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മള് പതിവായുള്ള ആരാധനകൾ
ആ കൃത്യമായി ചെയ്യുക എന്ന ആ ഒരു പൂന്തോപ്പിലൂടെ നമ്മളെ നഫ്സിനെ നയിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഉം നമ്മളെല്ലാ പിന്നെ ഇതിലും പറയുന്നില്ലേ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് അല്ലെ, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ആഹ് ഏതാണ് സൂറ, ഉം അൻആം, സൂറത്ത് അൻആമിലെ ഒരു ആയത്താണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മള് എല്ലാ ദിവസവും നിസ്കരിക്കുമ്പോ പ്രാരംഭ പ്രാർത്ഥന ചെല്ലാറുണ്ട് അല്ലെ. ഈ പ്രാരംഭ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ് എന്ത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ല്ലെ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി ല്ലെ, അവിടെയാണ് അത് വരുന്നത്. എന്താ പറയുന്നത്? എന്റെ നിസ്കാരം അല്ലെ, എന്റെ പ്രാർത്ഥന, എന്റെ എല്ലാ നുസുക്ക് എന്ന് വെച്ചാൽ എല്ലാ ആരാധന കർമ്മങ്ങളും അതിൽ വന്നു, എല്ലാത്തിനെയും കൂടി സംയോജിപ്പിച്ച് പറയുന്നതാണ് എന്ത്? നുസുക്ക് എന്ന് പറയുന്നത്. എന്റെ എല്ലാ ആരാധന കർമ്മങ്ങളും, വ മഹയായ എന്റെ ജീവിതവും, വ മമാതി എന്റെ മരണവും ആർക്കുള്ളതാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. നമ്മള് ല്ലേ, നമ്മളിത് അള്ളാഹിന്റെ മുമ്പിൽ പറഞ്ഞ് എപ്പോഴും അള്ളാഹ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മള് നമ്മുടെ ഏഹ് എല്ലാം 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 റബ്ബിന് വേണ്ടിയിട്ട് ആക്കുന്നുണ്ടോ? അല്ലെ, നമ്മളെ ജീവിതവും നമ്മുടെ മരണവും എല്ലാം, എല്ലാ ഇബാദത്തുകളും എല്ലാ ആരാധനാ കർമ്മങ്ങളും എല്ലാം റബ്ബിന് വേണ്ടിയിട്ട്. ഉം നമുക്ക് അള്ളാഹു തആല ഇവിടെ അള്ളാഹു നൽകിയത് ഭൂമിയില് ഒരു ജീവിതം അള്ളാഹു തആല നമുക്ക് നൽകിയല്ലേ. ശരിക്കും ആ ഭൂമിയിലെ നമ്മുടെ ഈ ജീവിതം അള്ളാഹു തആല ശരിക്കും എന്തിനാ തന്നത്? നാളത്തെ നമ്മളെ പരലോക ജീവിതത്തിലേക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം തന്നത് അല്ലെ. അങ്ങനെ നമ്മൾ ഇവിടെ നട്ട് നനച്ച് ഉണ്ടാക്കുന്ന കൃഷിയുടെ കൊയ്ത്ത് എവിടെന്നാ? അത് നാളെ റബ്ബിന്റെ അടുത്ത് ല്ലേ. സുബ്ഹാനല്ലാഹ്. അവിടെ സ്വർഗത്തില് നമ്മൾ ഓരോരുത്തരുടെയും സ്ഥാനം നിശ്ചയിക്കുന്നത് എപ്രകാരമാണ്? നമ്മള് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തരഫലമായിട്ടാണ് ല്ലേ. അവിടെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല്, അവിടെ എത്തിയാല് സ്വർഗവാസികൾ പറയും അള്ളാഹിനോട് ല്ലേ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ. അള്ളാഹു നമ്മളോട് ചെയ്ത ആ വാഗ്ദാനം അള്ളാഹു സത്യമായി പാലിക്കുന്നു അല്ലെ. വഅൗറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. അല്ലെ, സ്വർഗത്തില് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം അള്ളാഹു തആല അവകാശപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള റബ്ബിന് സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിച്ചവരുടെ പ്രതിഫലം എത്ര അനുഗ്രഹീതമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ വിശ്വാസികളായോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ടത് അല്ലെ. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. പൂർണ്ണമായ പ്രവേശനം നമ്മൾ ഓരോരുത്തരും നടത്തുന്നുണ്ടോ? നമ്മൾ പരിപൂർണമായ ഒരു വിശ്വാസിയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. കാരണം ഒരു യഥാർത്ഥ വിശ്വാസി എന്തിനാ ജീവിക്കുന്നുണ്ടാകാ? അവൻ അള്ളാഹുവിലേക്കാണ് സഞ്ചരിക്കുന്നുണ്ടാകുക അല്ലെ. അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അതിയായി ആഗ്രഹിച്ച് അതിനു വേണ്ട പരിശ്രമത്തിലായിരിക്കും അവന് ജീവിക്കുന്നുണ്ടാവുക. അതായത് അവന്റെ ആ പരിശ്രമം സ്വർഗത്തിലെത്തി റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അത് തുടർന്നു കൊണ്ടേയിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ ഇബാദത്ത്, അള്ളാഹുവിനോടുള്ള ആ ആരാധന, അവന് ആ യഖീൻ അല്ലെ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതായത് ആ യഖീൻ എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മരണം എന്നുള്ളതാണ്. ആ ഉറപ്പായ മരണം, ആ കാര്യം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇബാദത്തുകള്, നമ്മുടെ സൽക്കർമ്മങ്ങള്
കേവലം ഒരു മാസത്തിൽ ഒതുക്കി ജീവിക്കേണ്ടവരല്ല. ആ ഒരു മാസം എന്നുള്ളത് നമ്മളെ നമുക്ക് സാധിക്കുമെന്ന് അള്ളാഹു തആല തെളിയിച്ചു തന്നൊരു മാസമാണ്. എല്ലാത്തിനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിച്ചു തന്നൊരു മാസമാണ് റമദാൻ മാസം. അപ്പം നമുക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, റമദാനിൽ നമുക്ക് വമ്പിച്ച പ്രതിഫലം അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഓഫറുകളുടെ പെരുമഴയാണല്ലേ. അത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ റബ്ബ് എന്ന് പറയുന്നത് റമദാൻ മാസത്തിന്റെ മാത്രം റബ്ബല്ല, അല്ലെ, എല്ലാ മാസങ്ങളുടെയും റബ്ബാണ് റബ്ബ്, നമ്മളെ റബ്ബ്. സൽക്കർമ്മങ്ങള് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അള്ളാഹു തആല ആയുസ് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹത്തിനനുസരിച്ച്, നിയത്തിനനുസരിച്ച്, ഇഖ്ലാസിനനുസരിച്ച് അതിന്റെ പ്രതിഫലം അള്ളാഹു തആല വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. അതില് അല്ലെ ഒരിക്കലും നമുക്ക് എന്തുണ്ടാവില്ല, ഒരു നഷ്ടം സംഭവിക്കുകയില്ല. ലാഭകരമായ കച്ചവടം അല്ലേ. അള്ളാന്റെ മാർഗത്തില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചാണോ നമ്മൾ ചെയ്യുന്നത്, അതിലെല്ലാം അള്ളാഹു തആല നമുക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അത് എത്രയാണെന്ന് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹവും നിയത്തും അതിലെ ആത്മാർത്ഥത അനുസരിച്ചായിരിക്കും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി. എന്താ പറഞ്ഞെന്നറിയോ? കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ഗാബിർ സബീൽ ആബിർ സബീൽ. അതായത് നീ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിനക്ക് വൈകുന്നേരമായാൽ നീ പ്രഭാതം പ്രതീക്ഷിക്കരുത്. നിനക്ക് പ്രഭാതമായാൽ നീ വൈകുന്നേരവും പ്രതീക്ഷിക്കരുത്. നിന്റെ ആരോഗ്യത്തെ രോഗം വരുന്നതിന് മുമ്പും നിന്റെ ജീവിതത്തെ മരണം വന്നെത്തുന്നതിന് മുമ്പും പ്രയോജനപ്പെടുത്തുക. അപ്പം ദുനിയാവില് അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ അതിന് അത്രേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുള്ളൂ. നമ്മൾ ഒരുപാട് ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ ഇങ്ങനെ വല്ലാതെ നമ്മൾ സമയം കളയണ്ട, അല്ലെ. ദുനിയാവിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കണ്ട. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ പോവേണ്ടതാണ്. അപ്പൊ നമ്മൾ അതിന് താൽക്കാലികമായ ഒരു ഷെൽട്ടർ അതിലെത്രത്തോളം നമ്മൾ സൗകര്യം ചെയ്യുക അത്രയും മതി ദുനിയാവിന്റെ കാര്യങ്ങൾക്ക്. ഓവറായിട്ട് എടുത്താ എല്ലാം എടുത്താ ആ ആ ആ ആ. അപ്പൊ നമ്മള് അല്ലെ ഒരു വാടക വീട്ടില് നിൽക്കുന്ന ആളുകളെ പോലെ നിന്നാ മതി എന്നാ പറയുന്നത്. പക്ഷെ നമ്മളെന്താ വിചാരിക്കുന്ന വെച്ചാല് ഈ ദുനിയാവിൽ നമ്മൾ കാലാകാലം ജീവിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ പണിയും എടുക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസൊക്കെ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി, റമളാനിന്റെ ലാസ്റ്റ് ടൈമിൽ കേട്ട ഒരു ക്ലാസ്സിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കേണ്ട ദുനിയാവിലെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹം. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ദുനിയാവ് അങ്ങനെ കുറെ കൊടുത്തിട്ടില്ല, അല്ലെ. നമ്മൾ ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം, അല്ലെ. പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ നമുക്ക്, കൂടുതൽ പ്രവാചകന്മാരും പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരാണ്. ബഹുഭൂരിപക്ഷം പ്രവാചകന്മാരും അതില് നമുക്ക് രാജകീയമായ ജീവിതം ഉണ്ടായത് നമുക്ക് കാണാൻ സാധിക്കും. ദാവൂദ് അലൈഹി സ്വലാം, അതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് അല്ലെ കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മള് ഈ ദുനിയാവില് അള്ളാഹു തആല അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് അതിവിശിഷ്ടമായതാണ് അള്ളാഹു തആല അവന് പകരമായി കൊടുക്കുക. ഈ ദുനിയാവിന്റെ വില അള്ളാഹിന്റെ അടുത്ത് എത്രയാ ഉള്ളത്? ഒരു ചത്ത കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹ് കൊടുത്തിട്ടില്ല ഈ ദുനിയാവിന്. അപ്പൊ പിന്നെ നമ്മള് അല്ലെ, അതായത് ഇപ്പൊ നമ്മളെ വീട്ടില് നമുക്ക് പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ വന്നാല് നമ്മൾ അവർക്ക് നമ്മളെ വീട്ടില് നമ്മൾ നേരത്തെ 2 ദിവസം 3 ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് പഴകി അത് അത്യാവശ്യം ഉപയോഗിക്കാൻ അത്ര വലിയ കൊള്ളൂല, എന്നാ ചീത്തയായിട്ടുമില്ല, എന്നാ പിന്നെ എന്നാലും ചീത്തയാവാനായിന്, അങ്ങനെയുള്ള ഒരു വസ്തു നമ്മൾ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പ്രിയപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കുവോ? അതെടുത്ത് കൊടുക്കുവോ നമ്മൾ അവർക്ക്?
ഒരിക്കലും കൊടുക്കൂല അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് നമ്മൾ എന്താ കൊടുക്കുക? നമ്മൾ ഏറ്റവും ഫ്രഷ് ആയത് വാങ്ങിച്ച് അത് ഉണ്ടാക്കി അല്ലെ, അത് ഏറ്റവും നല്ല ഭംഗിയിൽ നല്ല ഏറ്റവും ഇതിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ ദുനിയാവിന് കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഒരു ചത്ത ആട്ടിന്റെ കൊള ഇല്ലേ ഇത് കുളമ്പ് എന്താണ് അത്രയും ഇല്ല ദുനിയാവിന്റെ വില. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും ദുനിയാവിന് വില ആര് കൽപ്പിച്ചിട്ടില്ല? അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ആ ദുനിയാവ് നമുക്ക് കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ ആരും എന്താക്കണ്ട, ഒരു തരത്തിലും വിഷമിക്കണ്ട. ഉം അള്ളാഹു നമുക്ക് അതിനേക്കാളെല്ലാം വിശിഷ്ടമായ, ഉന്നതമായ അല്ലെ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിന് വർണ്ണിക്കാൻ കഴിയാത്ത അതിവിശിഷ്ടമായ അതിവിശാലമായ ആ സ്വർഗ പൂങ്കാവനമാണ് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അവിടെ അള്ളാഹു തരാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് തരാത്തതെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ അല്ലെ. ഇവിടെ നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഇവിടെ ഒരുപാട് നമുക്ക് വേണ്ട. കാരണം ഈ ദുനിയാവിന് എന്തില്ല? ഒരു വിലയില്ല അള്ളാന്റെ അടുത്ത്. പിന്നെ നമുക്ക് എന്തിനാ അത്? അത്യാവശ്യം നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാൻ, നമുക്ക് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുറഞ്ഞ സൗകര്യങ്ങൾ മാത്രം മതി നമുക്ക് ഈ ദുനിയാവില്. ഒരുപാടൊന്നും വേണ്ട. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ ഉമ്മത്തില് ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്, സമ്പത്തിന്റെ ആധിക്യത്തെ ഞാൻ ഭയപ്പെടുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? സമ്പത്ത് കൂടുമ്പോ മനുഷ്യന് അന്ധത ബാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ രാവിലെ ആയാല് വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ട, വൈകുന്നേരം ആയാല് രാവിലെ പ്രതീക്ഷിക്കേണ്ട. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാ നമ്മൾ ജീവിക്കണ്ടേ. നമ്മള് അങ്ങനെയാ നമ്മൾ ജീവിക്കണ്ടേ. പക്ഷെ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്? നമ്മളിപ്പൊ ഒന്നും പോകാനൊന്നും ആയിട്ടില്ലാന്ന് തന്നെ നമ്മളിപ്പോഴും വിചാരിക്കുന്നല്ലേ. നമ്മള് പോകാനായിട്ടില്ല, കുറച്ചു കാലം കൂടി എന്തായാലും ഉണ്ടാവും. എത്ര പ്രായമായാലും ഇങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുക അല്ലെ. വയസ്സായ ഒരു ഉപ്പാപ്പനോട് ചോദിച്ചു നോക്ക്, ഒരാഗ്രഹം എന്തായിരിക്കുമെന്ന്. ആ വീട്ടിലുള്ള ഏറ്റവും ചെറിയ കുട്ടീനെ കാണിച്ചിട്ട് ഇവള് കല്യാണം കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ കാണണമെന്ന് എന്റെ ആഗ്രഹം എന്ന് പറയും. അതാണ് മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളെ ആരോഗ്യത്തെ നമുക്ക് രോഗം വരുന്നതിന് മുമ്പ്, നമ്മളെ ഈ ജീവിതം മരണം വരുന്നതിന് മുമ്പ് പ്രയോജനപ്പെടുത്തുക. ഇതാണ് നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഇന്ന് ആരോഗ്യം ഉണ്ടോ, 2 റക്അത്ത് നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. രാത്രി നമസ്കാരം അല്ലെ, എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടോ? എഴുന്നേൽക്ക. മടി കാണിക്കണ്ട, ഒന്നിനും മടി കാണിക്കണ്ട. ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കുണ്ടല്ലോ, നമുക്ക് പിന്നീട് വയ്യാണ്ടായ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അല്ലെ, എപ്പോഴും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആരോഗ്യ ആഫിയത്ത് അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. മരണം വരെ നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് നല്ല ഓർമ്മയോടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ അല്ലെ. വാർദ്ധക്യ സഹജമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരിക്കും ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെ മുമ്പിൽ ഓരോന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കും, ഇവിടുത്തെ ഉപ്പ എന്ന് പറഞ്ഞാല് നല്ലൊരു കച്ചവടക്കാരനാണ്, നല്ലൊരു കച്ചവടക്കാരനാണ്. നല്ല നല്ല സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ലപോലെ അധ്വാനിച്ച് നല്ല പൈസ ഉണ്ടാക്കി നല്ല വീട് വെച്ച് നല്ല മക്കളെല്ലാം നല്ല നിലയിൽ വളർത്തി കല്യാണം കഴിപ്പിച്ച് അങ്ങനെ നല്ലൊരു ഇതിൽ ജീവിച്ച ഒരാൾ തന്നെയാണ്. ഇപ്പൊ കിടപ്പില്ല, പ്രായമായി, ഏകദേശം 90-നടുത്ത വയസ്സായി. അപ്പൊ പിന്നെ ഏഹ് എന്താ പറയാ, ഇപ്പൊ പൈസ എന്ന് പറയുന്ന സാധനം ഓർക്ക് ആവശ്യമില്ല. ശരിക്കും ഞാൻ ചിന്തിക്കുന്നത്, കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ മോന് വന്നിട്ട് എന്തോ പൈസ, ആരോ കൊടുത്ത പൈസ ഇങ്ങനെ ഉപ്പാന്റെ മുമ്പിൽ ഇങ്ങനെ എണ്ണുമ്പോ ഉപ്പാനോട് വേണമെന്ന് വെച്ചാലോ, ഉപ്പ പറഞ്ഞ എന്തിനീ അനക്കെന്തിനാ പൈസ. ശരിക്കും ഞാൻ ചിന്തിക്കാൻ, നമ്മളെല്ലാം അല്ലെ പ്രായമായി കഴിഞ്ഞാല് ഒരു അവസ്ഥ, നമ്മളെ അവസ്ഥ മാറി. ഈ ഈ ദുനിയാവില് ഈ ലോകത്തേ ഇല്ല. രാവിലെ അറിയുന്നില്ല, വൈകുന്നേരം അറിയുന്നില്ല, ഏതാ നിസ്കരിക്കേണ്ടതെന്ന് അറിയുന്നില്ല അല്ലെ. പറഞ്ഞു കൊടുത്താലും ഓർമ്മയുണ്ടാവുന്നില്ല. എപ്പോഴെപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഏതാ നിസ്കരിക്കണ്ട മോളെ, ഇപ്പൊ എന്താ നിസ്കരിക്കണ്ട മോളെ, ലുഹറ ലുഹറ, ഞാൻ ആന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് സമയം ഞാൻ പിന്നെയും ചോദിക്കും, ഏതാ നിസ്കരിക്കണ്ടേ, സുബിയാ, ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അല്ലാഹു അക്ബർ. ഓർക്ക് പൈസ വേണോ, എന്തിനാ എനിക്ക് പൈസ, എനക്ക് എന്തിനാ പൈസ, ഓരെന്നെ ചോദിക്കുന്നപ്പോ ഞാൻ ചിന്തിക്കുന്നു അല്ലെ, നമുക്ക് അങ്ങനെ ഈ സാധനം ആവശ്യമില്ലാത്തൊരു കാലം വരും.
അള്ള കാണിക്കുന്നു, ഈ ദുനിയാവ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. ഇതൊന്നും നമുക്ക് ഒരാവശ്യം ഇല്ലാത്ത ഒരു കാലം വരും. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ അതിനു വേണ്ടി ആർത്തി പിടിച്ച് ഇല്ലേ ഇതാകുന്നുണ്ടെങ്കിൽ, ഇതൊന്നും നമുക്ക് ഒരു ഉപകാരം ചെയ്യാത്ത, ഇതിനെ കൊണ്ട് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു കാലം വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ഈ ദുനിയാവ് തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഓരോ അവസ്ഥകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പോ അല്ലെ, നല്ല സമയത്ത് നമ്മളെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് നമ്മൾ സദക്കയും ദാനധർമ്മങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അത് എത്ര ഉപകാരപ്പെടും. നമുക്കൊന്നും തിരിയാതെ പ്രായമായ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തി നമ്മളെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, കുറെ സ്വത്തുണ്ട്, സമ്പാദ്യം ഉണ്ട്, എന്നിട്ട് അതിനെ കൊണ്ട് എന്താ കാര്യമുള്ളത്? നല്ല സമയത്ത് ചിലവാക്ക്. നല്ല സമയത്ത് നമുക്ക് പൈസക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ അതിന് ഭയങ്കര പ്രതിഫലം. അതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാല് അത് ഭയങ്കര പ്രതിഫലം. നമുക്കത് മനസ്സിലാവില്ല. ഇന്ന് നമ്മൾ ആവശ്യക്കാരാണെങ്കിൽ നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾക്ക് ഒരു ആവശ്യമില്ലാത്തൊരു കാലം വരും. അന്ന് നമുക്ക് കൊടുക്കാനും ഓർമ്മയുണ്ടാവില്ല, കൊടുക്കണമെന്നും നമുക്കൊരു ചിന്തയുണ്ടാവില്ല, ഒരു ഇതും ഉണ്ടാവില്ല. അതെന്ന അന്ന് അനന്തരാവകാശികളുടെ സ്വത്തായിട്ട് മാറിയിട്ടുണ്ടാവൂലേ. ചിന്തിക്ക ചിന്തിക്ക. ചെലവഴിച്ച അത് നമുക്കുണ്ട്. നമ്മൾ സൂക്ഷിച്ചു വെച്ചാലോ അത് വയ്യ മക്കള് അടിയും പിടിയും ആക്കിയിട്ട് അവരെടുക്കും. അല്ലേ? അങ്ങനെയല്ലേ കണ്ടുവരുന്നത്. അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നല്ല സമയത്ത് ഇപ്പൊ നമുക്ക് അള്ളാഹു തആല ആയുസ് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ട്, നല്ല ബുദ്ധിയും വിവേകവും ചിന്തയും ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തുക. റമദാൻ പോലെ തന്നെ നമ്മൾ സദഖകളിൽ മുന്നേറാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനെ പലരും പല രീതിയിൽ സംശയങ്ങൾ ചോദിച്ചു വരാറുണ്ട് ഈ സക്കാത്തിന്റെ വിഷയത്തില്, സക്കാത്തിന്റെ അവകാശികളുടെ കാര്യത്തിലൊക്കെ. അപ്പൊ ഈ യതീം പിന്നെ വിധവ എന്നൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഈ നമ്മളെ ഈ സക്കാത്തിന്റെ 8 അവകാശികളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അല്ലെ? ഫക്കീർ, മിസ്കീന്, കടബാധ്യതയുള്ളവൻ, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥൻ, വഴിയാത്രക്കാരൻ, പിന്നെ ഹൃദയം കൊണ്ട് ദീനിലേക്ക് ഇണങ്ങിയ ആളുകൾ, പിന്നെ അള്ളാന്റെ മാർഗത്തിലുള്ള യുദ്ധം, ജിഹാദ്, അതിനു വേണ്ടി, ഇത്രയും കാര്യങ്ങളാണ് 8 അവകാശികൾ എന്ന് പറയുമ്പോൾ. അപ്പൊ യത്തീമിന്റെ കാര്യം, വിധവയുടെ കാര്യം, അവരെ ശരിക്കും നമ്മൾ ജക്കാത്തിലല്ല ഉൾപ്പെടുത്തണ്ടേ. അവർക്ക് ജക്കാത്ത് കൊടുക്കുക, അവർ ജക്കാത്തിന്റെ അർഹത, അതായത് അവർ മിസ്കീനാണെങ്കിൽ, അവർ ഫക്കീർ ആണെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മൾ ജക്കാത്ത് കൊടുക്കണം. പക്ഷെ അവർക്ക് ജക്കാത്തിനേക്കാളും നമ്മൾ അവരെ സദക്കകൾ കൊണ്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. കാരണം യത്തീമിന്റെ സംരക്ഷണം, വിധവാ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തില് ഒരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞ കാര്യം. അതിന് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മളെ കയ്യില് നമ്മൾ ജക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമായ ദാനാണ്, അല്ലെ? അത് നിർബന്ധമായി നമ്മൾ കൊടുത്തിരിക്കണം. അത് കൊടുത്താലേ നമ്മളെ സമ്പത്ത് ശുദ്ധിയാകൂ. എന്നിട്ട് നമ്മളെ കയ്യിലുണ്ടാകുന്ന ആ ശുദ്ധിയായ ആ പൈസയില്ലേ, അതിൽ നിന്ന് നമ്മൾ കൊടുക്കണം. ആർക്ക്? യത്തീമിനും വിധവകൾക്കൊക്കെ അങ്ങനെ കൊടുക്കണം നമ്മള്. അതാണ് ഏറ്റവും പ്രതിഫലം. പക്ഷെ ആ രീതിയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, അല്ലെ? യതീമിന്റെ സംരക്ഷണത്തിന്റെ വിഷയത്തിലൊക്കെ വെറും പൈസ കൊടുത്താൽ മാത്രം മതിയാ? അതും പോരാ, അല്ലെ? നമുക്ക് സാധിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണമെന്ന ആഗ്രഹവും ഒരു പ്രാർത്ഥനയും നമ്മളെ ഭാഗത്ത് ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ സാധിക്കും ഇൻഷാ അള്ളാഹ്. ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല, അതൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ട് ചെയ്തോളും, അല്ലെ? പള്ളി കമ്മിറ്റിക്കാരും പ്രസിഡന്റ് സെക്രട്ടറിമാരും മഹല്ലുകാരും അതിനൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ചെയ്തോളും. ഇതൊന്നും നമ്മളെ മേൽ പറഞ്ഞതല്ല. എന്തിനാ നമ്മൾ ഇതിനെല്ലാം മെനക്കെടുന്നതെന്ന് ആരും വിചാരിക്കണ്ട. ഓരോരുത്തർക്കും ഏതൊരു ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് നമ്മളത് ചെയ്തിരിക്കണം. അപ്പോ ചെറിയ ചെറിയ കർമ്മങ്ങൾ അതിന് വമ്പിച്ച പ്രതിഫലം ഉണ്ടെന്ന് നമുക്ക് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് എന്താ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും നോക്കിക്കൊള്ളുക. എന്താ നോക്കേണ്ടത്? താൻ നാളേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. വത്തഖുല്ലാ, വീണ്ടും പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പൊ നമ്മള്
നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്തേക്ക് നമ്മൾ വിഭവങ്ങൾ തയ്യാറാക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അത് സൂക്ഷിച്ച് ജീവിക്കാൻ, തഖ്വയുള്ളവരായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു നമ്മുടെ മുമ്പിൽ സൽക്കർമ്മങ്ങളുടെ അതിവിശാലമായ വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ട്, ഇല്ലേ? റമദാനിൽ മാത്രമാണോ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുള്ളത്? ഒരിക്കലുമല്ല. സൽക്കർമ്മങ്ങൾക്ക് എപ്പോഴും പ്രതിഫലം തന്നെയാണ്. ഒരു നന്മക്ക് 10 പ്രതിഫലം എന്തായാലും കിട്ടും, അതിൽ ഒരു സംശയമില്ല, അല്ലേ? നമ്മൾ ഓരോരുത്തരും പരലോകം ഉദ്ദേശിച്ച് ഈമാൻ ഉൾക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കതിന്റെ നമ്മളെ പരിശ്രമത്തിന്റെ ഫലം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. എന്താ പറയുന്നറിയോ? ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും വിശ്വാസിയായിക്കൊണ്ട് അതിനു വേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. അതിന് അള്ളാഹു തീർച്ചയായും പ്രതിഫലം നൽകും. ഇപ്പൊ നമുക്കറിയാം ലുഹാ നമസ്കാരത്തിന്റെ, അല്ലെ? ലുഹാ നമസ്കാരത്തിന്റെ എത്രമാത്രം പ്രതിഫലമുണ്ട്. ഒരു 2 റക്അത്ത് നമസ്കരിക്കും പോലെ നബിസ്വല്ലല്ലാഹു പറയാന്നല്ലേ, നിങ്ങൾ ഒരാളുടെ മുഴുവൻ സന്ധികൾക്കും സദഖയുണ്ട്. നമ്മളെ ശരീരത്തിലെ മുഴുവൻ സന്ധികൾക്കും ഒരു ധർമ്മം സദഖ. എല്ലാ തസ്ബീഹും സദഖയാണ്, അല്ലെ? കുല്ലു തസ്ബീഹും സദഖ വകുല്ലു തഹ്മീദും സദഖ വകുല്ലു തക്ബീറും സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ. തഹ്മീദും തക്ബീറും തഹ്ലീലും എല്ലാം എന്താണ്? സദഖയാണ്. നന്മ കൽപ്പിക്കലും സദഖയാണ്, തിന്മ വിരോധിക്കലും സദഖയാണ്. ളുഹാ സമയത്തുള്ള 2 റക്അത്ത് നമസ്കാരം ഇതിനെല്ലാം പകരമാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലെ? ചിന്തിക്കുക, ഇന്നത്തെ ഈ ദിവസത്തില് ഇന്ന് ക്ലാസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായപ്പോ ഞാൻ പറയണം വിചാരിച്ച എന്താണെന്നറിയോ? ഒരു വിശ്വാസിയുടെ ഒരു ദിവസം മൊത്തത്തിൽ പറയാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അതെപ്പോഴും പലപ്പോഴായി നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാരും ഒന്ന് വിലയിരുത്തുക. തഹജ്ജുദ് മുതൽ തന്നെ വിലയിരുത്തുക. ഉറങ്ങി എഴുന്നേറ്റ് മുതൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ ദിക്റ് പറഞ്ഞ് അള്ളാഹിനെ ഓർത്ത്, അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി, ലെ വറദ്ദാലിയ റൂഹി ഫീ ദിക്രി, അങ്ങനെ ഒരുപാട് ദുആകളുണ്ട്. ആ അൽഹംദുലില്ലാ എന്നുള്ള ആ ഒരു ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടാണോ ഇന്നത്തെ ദിവസം ആരംഭിച്ചത്? ഖൈർ, അല്ലെ? പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് അള്ളാഹിനെ ഓർമ്മിക്കാനുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടോ? മാർക്ക് കിട്ടോ? 100 മാർക്ക് കിട്ടോ? 100 മാർക്ക് ഇടാനും മാത്രം ഉണ്ടാ? നമ്മളെ തന്നെ നമ്മളൊന്ന് നോക്കുക. അതുപോലെ ഓരോ കാര്യങ്ങളും, തഹജ്ജുദ് മുതല് ഓരോ ദുആകള്, ഓരോ സുന്നത്തും, ബാത്റൂമിൽ കയറുമ്പോ ഇറങ്ങുമ്പോ, മിസ്വാക്ക് ചെയ്യുമ്പോ, അങ്ങനെ 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 എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കുന്ന വിഷയം, ബിസ്മി ചൊല്ലുന്ന വിഷയം എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ദുഹാ നമസ്കാരം ഇന്നത്തെ ഈ ദിവസം തിരക്കുകൾ കാരണം ഈ 2 റക്അത്ത് നഷ്ടപ്പെട്ടു പോയവർ ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തൗബ ചെയ്ത് അള്ളാഹിനടുത്ത് അവിടെ എഴുതി വെക്ക് നഷ്ടപ്പെട്ടത്. എന്നിട്ട് നാളെ ആ നഷ്ടം നികത്ത്. 2ന്റെ കൂടെ 2 എക്സ്ട്രാ നിസ്കരിക്ക്. 2 ഒതുക്കണ്ട. ദുഹാ നിസ്കാരം 8 റക്അത്ത് വരെ നിസ്കരിക്കുക. നഷ്ടപ്പെട്ടത് പിറ്റേന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. നഷ്ടങ്ങളിൽ അത് മാറ്റി വെക്കാതെ നേട്ടങ്ങളിലേക്കാക്കി വെക്കാൻ ശ്രമിക്കുക. എത്ര പ്രതിഫല നമ്മളെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നമുക്കിപ്പോ സദഖ ചെയ്യാൻ അതിനുള്ള അവസരമാണ് ഈ 2 റക്അത്ത് ളുഹ. ഒരിക്കല് സഹാബാക്കളിൽ ചിലര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലേ,
പ്രതിഫലങ്ങളെല്ലാം പണക്കാര് കൊണ്ടുപോയി. ഞങ്ങൾ പാവങ്ങള്, ഞങ്ങൾ നമസ്കരിക്കുന്ന പോലെ അവരും നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നു. കൂടാതെ അവരെന്താക്കുന്നു, അവരുടെ സമ്പത്തിൽ നിന്ന് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, നിങ്ങൾക്ക് സദഖ ചെയ്യുവാൻ അള്ളാഹു ഒന്നും നൽകിയിട്ടില്ലേ? എന്നാൽ എല്ലാ തസ്ബീഹും സദഖയാണ്, എല്ലാ തഹ്മീദുകളും സദഖയാണ്, എല്ലാ തഹ്ലീലുകളും സദഖയാണ്, എല്ലാ തക്ബീറുകളും സദഖയാണ്, എല്ലാം നന്മ കൽപ്പിക്കുന്നതും തിന്മ തടയുന്നതും എല്ലാം സദഖയാണ്. നിങ്ങൾ ലൈംഗിക വേഴ്ച അതും സദഖയാണ്. അപ്പോ പിന്നെ അപ്പൊ അവരിൽപ്പെട്ട ഒരാൾ ചോദിക്കാന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളിലെ ഒരു ആഗ്രഹം പൂർത്തിയാക്കുന്നതും സദക്കയാണോ? അതിനും പ്രതിഫലം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിഷിദ്ധമായ മാർഗത്തിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അവനതിന് ശിക്ഷയുണ്ടാകുമോ? അപ്പോ അവർ പറയും അതെ, അല്ലെ? അപ്പോ അനുവദനീയ മാർഗത്തിലൂടെ അത് ചെയ്യുമ്പോ അതിന് പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു വിശ്വാസിക്ക് എല്ലാം പ്രതിഫലം, അല്ലെ? ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പിന്നെ ഇതുപോലും എന്താണ്, നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്ന ഒരു സൽക്കർമ്മമാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് വഴിയിൽ ഉപദ്രവം ഉണ്ടാക്കിയിരുന്ന ഒരു മരം മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളെ ഞാൻ കാണുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു മരം മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ അയാൾ എന്തായി? സ്വർഗാവകാശിയായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് എത്ര മഹത്തരമായ പ്രതിഫലമാണെന്നൊന്ന് ഓർത്തു നോക്കിയേ. മറ്റൊരു ഹദീസിൽ ആ ഒരു വിഷയത്തിൽ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് എന്താ അറിയോ? വഴിമധ്യത്തിലേക്ക് നീണ്ടു കിടക്കുന്ന മരത്തിന്റെ കൊമ്പിനരികിലൂടെ ഒരാൾ നടന്നു പോകുകയുണ്ടായി. അത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, മുസ്ലിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനായി ഞാനിത് നീക്കം ചെയ്യുക തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തെ അത് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്, ഒരാൾ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ മുള്ളുകളുള്ള ഒരു മരക്കൊമ്പ് കാണാനിടയായി. അത് അദ്ദേഹം അവിടെ നിന്ന് നീക്കം ചെയ്തു. അള്ളാഹു അതിന് നന്ദി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അല്ലെ? നമുക്കറിയാലേ, വഴിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നീക്കാന്ന് പറയുന്നത് നമ്മളെ ഈമാനിന്റെ ഭാഗമാണ്. നമ്മൾ എത്ര ആൾക്കാർ ഇപ്പോഴും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മളൊരു വണ്ടിയിൽ പോകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു മരക്കമ്പോ എവിടെ ഇങ്ങനെ വഴിയിൽ കാണുമ്പോ നമ്മളത് തട്ടാതെ ഒരു സൈഡിലോട്ട് നമ്മളങ്ങ് പോകില്ലേ? അങ്ങനെയല്ലേ? അല്ല, നമ്മളത് നിർത്തി അതിനെ മാറ്റാ എന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവും. അതെല്ലാം ആരെങ്കിലൊക്കെ ചെയ്തോളും, ഇല്ലേ? പഞ്ചായത്ത് അധികൃതരാ, മുനിസിപ്പാലിറ്റി പിന്നെ ജീവനക്കാരാ, അങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്തോളും. ചെയ്യും, ചെയ്യാതിരിക്കൂല, ആരെങ്കിലൊക്കെ ചെയ്തോളും. ഇപ്പോ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു നായയോ പൂച്ചയോ ചത്ത് കിടക്കുന്നു വിചാരിക്കാം. നമ്മളെന്താക്കും? നമ്മള് മൂക്ക് പൊത്തിയിട്ട് നമ്മളും ഒരു സൈഡിലോട്ടാ നമ്മളങ്ങനെ പോകും, ല്ലേ? എന്നിട്ട് ഇങ്ങനെ പറയും, ഇതെന്താ ഇതെല്ലാം, ഇവർക്കെല്ലാം ഇതൊന്ന് വൃത്തിയാക്കി കൂടെ? ഇതെല്ലാം ആരുടെങ്കിലെല്ലാം ഡ്യൂട്ടിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നല്ലേ? നമ്മളതൊന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചാലോ? നമുക്കത് കാരണമായ അല്ലാഹു തആല സ്വർഗ്ഗാണ് നൽകാനും. സുബ്ഹാനല്ലാഹ്. എത്ര ആൾക്കാര് നമ്മളെ സ്വർഗം ഇതുപോലെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തത്തോട് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യം വൃത്തിയാക്കാൻ ഒരു അവസരം നമുക്ക് മുമ്പിൽ തന്നിട്ട് നമ്മളൊന്നും ഇത് ചെയ്യേണ്ടവരല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ശ്രദ്ധിക്കാതെ എത്ര സന്ദർഭങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്? എത്ര 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 ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ. ഇനിയെങ്കിലും നമ്മളെ സ്വർഗത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ഒരു വിശ്വാസി, ഇല്ലേ, മറ്റൊരാൾക്ക് അവർക്ക് അതൊരു ഉപകാരമാകുമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉപദ്രവത്തെ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ഏടില് വലിയ കനം തൂങ്ങുന്ന ഒരു ഇബാദത്തായി മാറും. സുബ്ഹാനല്ലാഹ്. അവസരങ്ങൾ നമ്മളെ മുമ്പിൽ പലപ്പോഴും വരാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളെ കാര്യം നമ്മൾ ചെയ്യാനാ, ല്ലേ? ഇതെങ്ങനെയാന്ന് നമ്മൾ എല്ലാത്തിനോടും ഒരു അറപ്പോടെയും, അല്ലെ, ഒരു ഇതോടെയും, പിന്നെ ഒരു മടി, അല്ലെങ്കിൽ ഒരു ലജ്ജ, ഒരു വേണ്ടാത്ത ഹയാ വരുവാടാ. ഞാനിത് ചെയ്യുമ്പോ അവരെന്താ വിചാരിക്ക? എന്തിനാന്ന്, അല്ലെ? അവരെന്ത് വിചാരിക്കുന്നെന്ന് നമ്മൾ എന്തിനാ വിചാരിക്കുന്നത്? ആ വിചാരം തന്നെ ആദ്യം നമ്മൾ ഡിലീറ്റ് ആക്കണം. ആ വിചാരം പലപ്പോഴും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള വിചാരം.
വിചാരിക്കണ്ട, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നമ്മളെ മനസ്സിൽ നല്ല നിയത്ത് കൊണ്ടുവരാ, ഇഖ്ലാസ് കൊണ്ടുവരാ. ഇത് ഞാൻ എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാ, എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാ. ഇത്ര മാത്രം വിചാരിച്ചാൽ മതി. ആരെന്ത് വിചാരിച്ചാലെന്ത്, ആരെന്ത് വിചാരിച്ചിട്ടില്ലെങ്കിലെന്ത്, നമ്മൾ എന്തിനാ അത് നോക്കുന്നേ? അല്ലെ? കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ശരിയാവാനുണ്ട്, നമ്മൾ മാറാനുണ്ട്, ഒരുപാട് നമുക്ക് മാറാനുണ്ട്. നമ്മൾ മാറണം, മാറ്റണം. നമ്മൾ മാറണം. നമ്മൾ ഖുറാനിന്റെ ആൾക്കാരല്ലേ, നമ്മൾ ഖുറാൻ പഠിക്കുന്നവരല്ലേ, ഖുറാൻ പഠിപ്പിക്കുന്നവരല്ലേ. നമ്മൾ ഇങ്ങനെ ജീവിച്ചാ പോരാ. നമ്മളെ ജീവിതത്തിൽ അതിന്റെ അലയൊലികൾ നമ്മൾ കാണണം, കാണിച്ചു കൊടുക്കണം. നമ്മൾ മാതൃകകളാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അനസ് റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഭക്ഷണം കഴിച്ച് അതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അതല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ചിട്ട് അതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു അടിമയെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു തൃപ്തിപ്പെടുന്നു എന്നാ പറഞ്ഞെ. ഇന്നല്ലാഹ ലയർളാ എന്നാ പറഞ്ഞെ. അള്ളാഹ് തൃപ്തിപ്പെടും. എങ്ങനെ? ഭക്ഷണം എന്തിനാ നമ്മൾ കഴിച്ചേ? നമ്മളെ വിശപ്പടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെ? നമ്മളെ വെള്ളം എന്തിനാ കുടിച്ചേ? നമ്മളെ ദാഹം മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അവിടെ റബ്ബിനൊരു സ്തുതി കൊടുക്കുന്ന, മറക്കാൻ പാടില്ല സഹോദരിമാരെ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ പറയാൻ മറന്നാല് നമ്മൾ നാളെ ചിലപ്പോ ഭയങ്കര നഷ്ടക്കാരായിരിക്കും. കാരണം ഇത് എത്ര വലിയ പ്രതിഫലാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് അതിലൂടെ നഷ്ടപ്പെടുന്നത്. അള്ളാഹിന്റെ ഒരു ഇഷ്ടം നമ്മൾ നഷ്ടപ്പെടുത്തുകയാ ചെയ്യുന്നത്. എത്ര എത്ര ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ജീവിത കാലഘട്ടത്തില്. അൽഹംദുലില്ലാ പറയാ, അൽഹംദുലില്ലാ, അല്ലെ? അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. ഞാൻ ഇവിടുത്തെ ഉപ്പാക്ക് ഭക്ഷണം എപ്പോഴും കൊണ്ട് കൊടുത്താൽ അൽഹംദുലില്ലാ ശുക്രൻ ഇങ്ങനെ പറയും. ശുക്രൻ, അൽഹംദുലില്ലാ, ശുക്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കും പാവം, മാഷാ അല്ലാ, ഇപ്പൊ അത് പറയാൻ ഇങ്ങനെ അവർക്ക് ഒരു ഓർമ്മയാണ്. ആ ശുക്ർ പറയുന്നുണ്ടല്ലോ. അള്ളാഹ് അത് സ്വീകരിക്കട്ടെ, അല്ലെ? അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹ്, നമ്മളെല്ലാം പ്രായം എന്തായിരിക്കും അവസ്ഥ, അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടല്ലേ. അല്ലാഹ്, അപ്പൊ അള്ളാന്റെ ഇഷ്ടാണ് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ പറയാതിരിക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഓർമ്മിച്ചാ മതി. ഇനിയെങ്കിലും ഇനിയെങ്കിലും ഓർമ്മിച്ചിട്ട് സ്തുതി പറയാൻ ശ്രദ്ധിക്കുക. വലിയ പ്രതിഫലാണ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്, അല്ലെ? ഒരു ബിസ്മി ചെല്ലാനും ഒരു അൽഹംദുലില്ലാ പറയാനൊന്നും കുറേ പണിയൊന്നും ഇല്ല. ചെറിയ കാര്യല്ലേ? കുറച്ച് ഒച്ചത്തില് പറഞ്ഞോ. വീട്ടില് എല്ലാരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ഒച്ചത്തില് പറയും. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് അൽഹംദുലില്ലാ ഒച്ചത്തില് പറയും. ആളെ കേൾപ്പിക്കാനും ആളെ അറിയിക്കാനും വേണ്ടിയിട്ടല്ല. അത് മറന്നുപോയ ആൾക്കാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാ. അത് കുട്ടികൾ അത് ശീലമാക്കും. കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ അവരത് ശീലാക്കും. അപ്പൊ അതിലൂടെ നമുക്കൊരു പ്രതിഫലം, നമ്മളൊരു ജാരിയായ ഒരു സദക്കയും കൂടിയാ ചെയ്യുന്നത്. അതുപോലെ ശരിക്കും പുണ്യങ്ങളുടെ പൂക്കാലം തന്നെയാണ് നമുക്ക് റമദാൻ അല്ലാത്തപ്പോഴും. കാരണം ഇതൊക്കെ നമുക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന കർമ്മങ്ങളല്ലേ. ഒരു ദിവസം നമ്മൾ എത്ര നേരം നിസ്കരിക്കുന്നുണ്ട്, അല്ലെ? എത്ര പ്രാവശ്യം ഉതു എടുക്കുന്നുണ്ട്. ഏഹ് ഒരു വിശ്വാസി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുസ്ലിമായ ഒരു വിശ്വാസി, ഒരു അടിമ വുളു ചെയ്താൽ അവൻ തന്റെ മുഖം കഴുകുമ്പോൾ മുഖത്തു നിന്ന് വീഴുന്ന വെള്ളത്തോടൊപ്പം അവന്റെ കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അവൻ തന്റെ കൈകൾ കഴുകുമ്പോൾ കൈകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തോടൊപ്പം അവന്റെ കൈകൊണ്ട് ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു പോകുന്നു. സുബ്ഹാനല്ലാഹ്. കാലുകൾ കഴുകുമ്പോൾ കാലുകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളിയോട്, അവസാനത്തെ ആ വെള്ളത്തുള്ളിയോടൊപ്പം പാപം ചെയ്യുവാനായി നടന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു പോകുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവൻ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധിയായി പുറത്തേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പണ്ടേ ഇതെല്ലാം നമുക്ക് അറിയുന്നതാ. പക്ഷെ ഞാൻ ഇതൊക്കെ എന്തിനാ പറയുന്ന അറിയോ? ഇതെല്ലാം നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഈ ഓർമ്മ ഒന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആ ഒരു ഓർമ്മയോടെ അത് ചെയ്യാനുള്ള അള്ളാഹു തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കണത്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പാപങ്ങൾ മായ്ച്ചു കളയുകയും പദവികൾ ഉയർത്തിത്തരികയും ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലെ? പാപങ്ങൾ മായ്ച്ചു കളയുകയും പദവികൾ ഉയർത്തിത്തരികയും ചെയ്യുന്ന കാര്യം.
എന്നാ പിന്നെ പോരട്ടെ അല്ലേ? എന്താന്നറിയോ, നമുക്കിങ്ങനെ ഒരു മടി ഉണ്ടാവൂലേ, നല്ല തണുപ്പ്, വെള്ളം തൊടാനൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു 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 മടി തോന്നുന്ന ഒരു സമയം, ആ സമയത്തും കൃത്യമായി പൂർണ്ണമായി വുളൂ ചെയ്യുക. ഉം പിന്നെ പള്ളികളിലേക്ക് അധികരിച്ച കാൽപ്പാടുകൾ, അതായത് നടന്ന് പള്ളിയിൽ പോവുക. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ പാപങ്ങൾ പുറത്തു കളയുകയും പദവികൾ ഉയർത്തിത്തരികയും ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. മക്കളെല്ലാം പള്ളിയിൽ പറഞ്ഞയക്കണം. ആൺകുട്ടികളെ പള്ളിയിൽ പറഞ്ഞയക്കണം. ഭർത്താക്കന്മാരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കണം. ആങ്ങളമാരുണ്ടെങ്കിലും ആൺകുട്ടികളെല്ലാം പള്ളിയിലേക്ക് തന്നെ. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് അവരെ നിർബന്ധമായ കാര്യമാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഉത്തമമായ സമ്പാദ്യത്തിൽ പെട്ടതാണെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ, റമദാനിൽ മാത്രമല്ലല്ലോ അല്ലെ? 5 നേരത്തെ നിസ്കാരം, അടുത്ത നിസ്കാരം, ഓരോ നിസ്കാരം അടുത്ത നിസ്കാരത്തിനിടയിലുള്ള പാപങ്ങള് അള്ളാഹു തആല പുറത്തു തരും പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരു ജുമുഅ അടുത്ത ജുമുഅ, ഒരു റമദാൻ അടുത്ത റമദാനിന്റെ ഇടയിലുള്ള പാപങ്ങളെല്ലാം അള്ളാഹു തആല പുറത്തു തരും, വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ബാങ്ക് അല്ലെ, ബാങ്കിനും ഒന്നാമത്തെ സൊഫിനുള്ള പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ അതിനു വേണ്ടി അല്ലെ മത്സരിച്ച് ജനങ്ങൾ ഓടുമായിരുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ നമുക്ക് ബാങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, പക്ഷെ നമുക്ക് ബാങ്കിന്റെ ആ പ്രതിഫലം നേടാനുള്ള അവസരമുണ്ട്. എന്താ? ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ എത്ര എത്ര ബാങ്കുകൾ നഷ്ടപ്പെടുത്തി. ഇനിയെങ്കിലും സഹോദരിമാരെ, കൃത്യമായ 5 നേരത്തെ ബാങ്കിനൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാനും ജവാബ് പറയാനും നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ? അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, താങ്കൾ അധികമായി സുജൂദ് അധികരിപ്പിക്കുക. താങ്കൾ അള്ളാഹുവിനായി ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അള്ളാഹു താങ്കളുടെ പദവി ഉയർത്താതിരിക്കുകയില്ല. അത് മുഖേന താങ്കളുടെ പാപങ്ങൾ അള്ളാഹു തആല മായ്ച്ചു കളയാതിരിക്കുകയുമില്ല. അപ്പോ നമ്മളെ പദവികൾ ഉയർത്താൻ ഉതകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഒരു സുജൂദും നമ്മൾ എന്താക്കണ്ട, നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. സുജൂദ് എന്ന് പറയുമ്പോൾ നിസ്കാരം അല്ലെ? നിസ്കാരം ഉണ്ട്, അല്ലാതെ തിലാവത്തിന്റെ സുജൂദൊക്കെ ഉണ്ട്. നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ കഴിയാന്നുള്ളത്, അത് വിജയത്തിന്റെ അഡ്രസ് ആണെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മളെ വിജയത്തിന്റെ ഒരു അടയാളം, അതുപോലെ നന്മയുടെ തൗഫീഖിന്റെ അടയാളം. നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചതിന്റെ അടയാളം എന്ത്? അള്ളാഹിനെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയാന്നുള്ളത്, അള്ളാഹിനെ ദിക്ർ ചെയ്യാൻ കഴിയാന്നുള്ളത്. ഒരിക്കൽ ഒരാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമിക ശരീഅത്ത് എനിക്ക് അധികമായി തോന്നുന്നു, ഞാൻ പതിവായി ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും. അതായത് കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് അത് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നുണ്ട്, എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞ. അപ്പോ അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ നാവിനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലൂടെ എപ്പോഴും നനവുള്ളതാക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിനെ ദിക്ർ ചെയ്യുന്നത് അത്രയും പ്രതിഫലമുള്ള കാര്യമാണ് അല്ലെ? അത് എപ്പോഴും നമ്മളെ നാവില് ആ ഒരു ദിക്റിന്റെ നനവുണ്ടാകുക. മറ്റൊരു ഹദീസില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായതും നിങ്ങളുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതും നിങ്ങളുടെ പദവികളിൽ ഏറ്റവും ഉന്നതമായതും സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാളും ഉത്തമമായതും നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടി അവരുടെ, അതായത് അവരോട് പോരാടുന്നതിനേക്കാളും ഹൈറായ ഒരു കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അപ്പോ സഹാബാക്കൾ പറയൂ ദൂതരെ അല്ലെ? അപ്പൊ പറഞ്ഞു കൊടുത്ത എന്താ? ദിക്റുല്ലാഹി തആല, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യലാണ്, അള്ളാഹിനെ ഓർമ്മിക്കലാണ്. സുബ്ഹാനല്ലാഹ്.
മറ്റെല്ലാറ്റിനേക്കാളും പ്രതിഫലമായിട്ടുള്ളത് അല്ലെ. ഉം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കാം. വിക്ർ എന്ന് പറയുന്നത് അത്രയും മഹത്വമേറിയതാണ്. ഉം അപ്പൊ നമുക്ക് പുണ്യങ്ങളുടെ പൂക്കാലം നമ്മുടെ എല്ലാ ദിവസങ്ങളും, നമ്മുടെ എല്ലാ സമയങ്ങളും, നമ്മുടെ എല്ലാ മണിക്കൂറുകളും, നമ്മുടെ എല്ലാ സെക്കൻഡുകളും നമുക്ക് ആ രീതിയിൽ ആക്കാൻ സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും പാപമോചനം പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു അവന് എല്ലാ കുടുസതയിൽ നിന്നും മോചനം നൽകുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകുകയും അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ ഉപജീവനം നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര റിസൾട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ വല്ലാണ്ട് മനസ്സിനിങ്ങനെ ഒരു വല്ലാണ്ട് ഇങ്ങനെ മനപ്രയാസം ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. ചില സമയങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞ് മുറുകി ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ പ്രയാസപ്പെടുന്ന ചില സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ചില സമയം ഇങ്ങനെ വല്ലാണ്ട് മനസ്സിങ്ങനെ അസ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇതാകുമ്പോ ശരിക്കും അന്നേരം ഇത് ഓർമ്മ വരും. അപ്പൊ ധാരാളം ഇങ്ങനെ അറിഞ്ഞന്നെ മനസ്സറിഞ്ഞന്നെ റബ്ബേ, ഞാൻ ചെയ്ത എന്തെങ്കിലും പാപമാണോ എനിക്ക് ഈ ഒരു പ്രയാസത്തിന് കാരണം അല്ലാ, നീ എനിക്ക് പുറത്തു തരണേ എന്നുള്ള രീതിയിൽ അസ്തഗ്ഫിറുല്ലാ 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 ഇങ്ങനെ ചൊല്ലുമ്പോ ഇല്ലേ കിട്ടുന്ന ഒരു 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 റിലാക്സേഷൻ ഉണ്ടല്ലോ, ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും ഒരു സമാധാനം. ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ഓരോ കുടുസതയിലും നമ്മൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ എല്ലാ കുടുസതയിൽ നിന്ന് അവന് മോചനം നൽകും. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അവന് വിടുതൽ നൽകും. അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അവന് ഉപജീവനം നൽകപ്പെടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇത് ആരാ പറഞ്ഞത്? ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളോട് ഇത് പറഞ്ഞത്. ഇതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടാകണം. ഓരോരുത്തരും ഓരോരുത്തരും ഇത് ഇത് ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ ഒരു വിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കണം സഹോദരിമാരെ. ഞാനിത് അത്രയും ഇതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പലരും പല പ്രയാസങ്ങളും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാ, പ്രയാസങ്ങളിൽ അള്ളാഹുവിന്റെ ദിക്ർ നമ്മളെ മുറുകെ പിടിക്കുക. അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചെയ്യുക, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, ഇതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുക. കാരണം നമ്മള് ദിവസവും ശരിക്കും ഇപ്പൊ റമളാനൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മള് പാപങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധരായി എന്ന് വിചാരിക്കുക. റമളാൻ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാവും, അന്നേരം എന്തെങ്കിലും വർത്താനായിട്ടുണ്ടാവും, അന്നേരം എന്തെങ്കിലും ഒന്ന് രണ്ട് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ വന്നിട്ടുണ്ടാവും പാപം വീണ്ടും. അങ്ങനെയാണ് നമ്മള് അല്ലെ, മനുഷ്യൻ അങ്ങനെയാണ്. നമ്മളെ നാവ് അങ്ങനെയാണ്, നമ്മുടെ കൽബ് അങ്ങനെയാണ്, ഒരു സ്ഥിരതയില്ലാത്ത മുഖല്ലിബൽ ഖുലൂബാന്നല്ലേ. അതിന് സബ്ബിത്ത് അല്ലെ, സബാത്ത് കിട്ടണം നമുക്ക്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ പാപങ്ങൾ ഉണ്ടാവാതിരിക്കൂല. അപ്പോ അറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തുതാ അല്ലാ, അല്ലെ, പുറത്തുതാ മാപ്പാക്കിത്താ റഹ്മാനെ. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഒരു തെറ്റും ചെയ്യാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരു ദിവസം 100-ലധികം ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് എത്തണം. അത്താഴ സമയങ്ങൾ അല്ലെ, ആ പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പുള്ള രാത്രിയുടെ ഏറ്റവും അവസാന സമയങ്ങൾ, ആ സമയങ്ങളൊക്കെ ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാവർക്കും അറിയാലോ അല്ലെ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കുക, അത് രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ടും ചെയ്യാം. കാരണം അതിനത്രയും പവർ ഉണ്ട് അല്ലെ. ഒരാള് ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാള് രാവിലെ ചൊല്ലി അയാൾ വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ട അവൻ സ്വർഗാവകാശിയാന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ചൊല്ലി നേരം വെളുക്കുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാല് അവൻ സ്വർഗാവകാശിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും അല്ലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒന്നും ആരും വിട്ടുപോകരുത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. ആ ഒരു ദുആ ഉണ്ടല്ലോ, എല്ലാരും ചൊല്ലുക. ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക അറിയണ്ടാവുമല്ലോ അല്ലെ.
ഞാൻ വിചാരിക്കുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ നമുക്ക് ഒരുവിധം നമ്മൾ കുറെ മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദുആ ഗ്രൂപ്പിൽ എപ്പോഴും ചെയ്യുന്നുണ്ട്. നമുക്കൊരു ദുആ ഗ്രൂപ്പ് ഉണ്ട്. ഡെയിലി ദുആകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്നും കൂടി മിഷ്കാത്തിൽ ഷെയർ ചെയ്യുക ദുആ ഗ്രൂപ്പിന്റെ ലിങ്ക്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. നല്ലൊരു ഓർമ്മപ്പെടുത്തലാണത്. ഇനിയിപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഇതെല്ലാം സ്ഥിരമായി ചെയ്താൽ മതി. ദുആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം, ജോയിൻ ആണോന്നൊന്നുമില്ല. ഓർമ്മയോട് ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത, ഇതൊരു പവർഫുൾ ആണല്ലേ. നമ്മളെ മനസ്സറിഞ്ഞ അള്ളാഹിന്റെ അടുത്ത് വലിയൊരു പശ്ചാത്താപം, തൗബ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവാണത്. നമ്മൾ ചെയ്താല് അവന് സ്വർഗാന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് 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 കാര്യങ്ങളുണ്ട് പിന്നെ പറയാന്. പിന്നെ സമയം ഏകദേശം 3:30 ആയി. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞു ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാരക്കച്ചീൾ കൊണ്ടെങ്കിലും നീ നിന്റെ നരകത്തെ സൂക്ഷിക്കുക. അത് അത്രയും കുഞ്ഞു കാര്യമാണെങ്കിലും നമ്മൾ എന്താക്കാം, സദക്കയുടെ വിഷയത്തില് പിന്നോക്കം പോകണ്ട. കാരണം നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വലിയൊരു സംഗതിയാണ് എന്ത്, സദക്ക എന്ന് പറയുന്നത്. സദക്ക നരകത്തിൽ നിന്ന് മാത്രമല്ല നമ്മളെ രക്ഷിക്കുന്നത്, പല രോഗങ്ങളിൽ നിന്നും പല അപകടങ്ങളിൽ നിന്നും എല്ലാം കാത്തു രക്ഷിക്കുന്ന വലിയൊരു പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് എന്ത്, സദക്ക എന്നുള്ളത്. കൊടുക്കണം. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. പിശുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. പിശുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ സമയം, നമ്മളെ ആരോഗ്യം, നമ്മളെ സമ്പത്ത്, അല്ലെ, പറഞ്ഞത്. നമുക്ക് എന്താണോ അള്ളാഹു നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരു നഷ്ടവും വരൂല. ലാഭം മാത്രമേ ഉള്ളൂ. അല്ലെ. തിജാറത്തൻ ലൻ തബൂർ. ഇൻഷാ അല്ലാഹ്. ഒരു ഹദീസും കൂടി വായിച്ചു നിർത്താൻ ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മുസ്ലിമിനും സദക്ക നിർബന്ധമാണ്. അപ്പോ ഒരാൾ ചോദിക്കാം, സദക്ക ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ? അപ്പൊ പറയാണ്, ജോലി ചെയ്ത് സ്വന്തത്തിന് ചെലവഴിച്ച് സദക്ക ചെയ്യുക. അപ്പം പറഞ്ഞു, അതിന് സാധിച്ചില്ലെങ്കിലോ? ആവശ്യക്കാരെ സഹായിക്കുക. അതിനും സാധിച്ചില്ലെങ്കിലോ? പുണ്യമോ നന്മയോ ആയതെന്തെങ്കിലും കൽപ്പിക്കുക. അതിനും സാധിച്ചില്ലെങ്കിലോ? ആരെ ഉപദ്രവിക്കാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം അതും സദക്കയാണ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും വലിയൊരു സദക്കയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പരസ്പരമുള്ള ബന്ധങ്ങളെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. മാതാപിതാക്കള്, ഇണകള്, മക്കള്, കുടുംബക്കാർ, അയൽവാസികള്, അല്ലെ, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മള് നമ്മുടെ നമ്മുടെ കടമകൾ നിർവഹിക്കുക. അതിനൊക്കെ വലിയ 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 പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ പ്രായമായിട്ട് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കുന്ന വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുക. അവസരങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് വിലപിച്ചിട്ട് അയ്യോ നല്ല സമയത്ത് എനിക്കൊന്ന് പോകാമായിരുന്നു, അല്ലെ, എനിക്കൊന്ന് നോക്കാമായിരുന്നു, അവരെ ഒന്ന് പരിചരിക്കാമായിരുന്നു എന്ന് ചിന്തിച്ച് വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. ഉള്ള സമയത്ത് നല്ലോണം ഉപയോഗപ്പെടുത്തുക. നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് അതിന്റെ വേദന അറിയൂ, അല്ലെ. ഉണ്ടായിരുന്നെങ്കിൽ, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാമായിരുന്നു, ഇങ്ങനെ ചെയ്തു കൊടുക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞാല്. ഉള്ളപ്പോ നല്ല പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഭർത്താവായാലും മാതാപിതാക്കളായാലും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടാ. നമ്മളെ സ്വർഗം നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അത് നമ്മള് കണ്ടില്ലാന്ന് നടിക്കരുത്. ബന്ധങ്ങള് നല്ല രീതിയിൽ ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സ്നേഹം കൊടുക്കേണ്ടിടത്ത് സ്നേഹം കൊടുക്കണം. പിശുക്ക് കാണിക്കാൻ പാടില്ല. എല്ലായിടത്തും സൽസ്വഭാവത്തിന്റെ ഈമാനിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് സൽസ്വഭാവികളാന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സൽസ്വഭാവികളാണ് വിശ്വാസികളിൽ ഈമാൻ പൂർത്തിയായവർ. അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ തന്റെ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറുന്നവരാകുന്നു.
അതുകൊണ്ട് പിന്നെ ബന്ധം ഉം, ചേർക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ സ്വഭാവം നന്നാക്കാനും ശ്രമിക്കുക. ഏറ്റവും നമ്മള് ഉപദ്രവിക്കാൻ ആരെയെന്നറിയോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ, അല്ലെ? പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്താക്കുക, ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക പാടില്ല. ശ്രദ്ധിക്കണം, അല്ലെ? നാട്ടുകാരോടും പിന്നെ ആൾക്കാരോടൊക്കെ നല്ല സ്വഭാവം കാണിക്കുക, എന്നിട്ട് വീട്ടിൽ ഭയങ്കര മോശ സ്വഭാവം. എന്താ പ്രയോജനമുള്ളത്? ഒരു കാര്യമില്ല, അല്ലെ? ഒരു കാര്യമില്ല. ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ ദൈനംദിന ജീവിതം, അല്ലെ, നമ്മളെ ഉം എന്താ പറയാ, ഈ റമദാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ മാസങ്ങളും പുണ്യങ്ങളുടെ പൂക്കാലമായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് നന്മകൾ പതിവാക്കി തിന്മകളിൽ വിട്ടുനിന്ന് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലെ? പരിശുദ്ധ ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലാ തകൂനു കല്ലതീ നഖദത് അസ്ലഹ മിൻ ബഅദി ഖുവ്വതി അൻകാസ, ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തന്റെ നൂൽ പല ഇഴകളായി പിരിയുടച്ചു കളഞ്ഞ ഒരു സ്ത്രീയെ പോലെ നിങ്ങളാകരുത്. ഇത് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതുപോലെ ആകാൻ പാടില്ല. റമദാൻ കഴിഞ്ഞെന്ന് വിചാരിച്ച് നോമ്പ് നമ്മളിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. ഷവ്വാൽ നോമ്പ് പറ്റുന്നവരെല്ലാം ഈ ഷവ്വാൽ തീരുന്നതിലിടക്ക് 6 നോമ്പ് എടുക്കാൻ ശ്രമിക്കുക. കൂടാതെ തിങ്കളും വ്യാഴം ഒക്കെ ഈ ഷവ്വാലിൽ തന്നെ നിങ്ങൾ അതിനുള്ള തുടക്കം കുറിക്കുക. തിങ്കളും വ്യാഴം മാസത്തിലെ 3 നോമ്പൊക്കെ എല്ലാ നന്മകളും വേണം, അല്ലെ? സാബിഖൂ മത്സരിച്ച് മുന്നേറണ്ടേ നമുക്ക്? നമ്മൾ പുണ്യങ്ങളുടെ പൂക്കാലമായിക്കൊണ്ട് നമ്മുടെ എല്ലാ മാസങ്ങളും നമുക്ക് മാറ്റാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഇരുത്തത്തെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിർവഹിക്കാൻ, നല്ല നിയത്തോടെ, നല്ല ഇഖ്ലാസോടെ, നല്ല തഖ്വയോടെ നിർവഹിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. വൻ പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോകാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അറിവില്ലാത്ത കാലത്ത് തെറ്റുകൾ ചെയ്തു പോയവരുണ്ട് അള്ളാഹുവേ. അതൊക്കെയും നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. പലിശ പോലെയുള്ള ഇടപാടുകളിൽ പെട്ട് ഇപ്പോഴും പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്ക് ആ ഒരു വൻ പാപത്തിൽ നിന്ന്, ആ ഒരു ഹറാമിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും സമാധാനപൂർണമായ ഒരു ജീവിതം നയിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, റാഹത്തോടെ, കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കാൻ ഉതകുന്ന രീതിയിൽ കർമ്മങ്ങൾ നന്നാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ അങ്ങേയറ്റത്തെ തൗഫീഖ് ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല റഹ്മാനായ റബ്ബേ. നിന്റെ കരുണ ചൊരിയുന്ന നല്ല അടിയാറുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന, നിന്റെ സജ്ജരിതരായ നല്ല അടിയാറുകളിൽ, നല്ല ഇബാദകളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്ക് നീ രോഗങ്ങൾക്ക് ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവെ. എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഈനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.